ഞാനിവിടെ വന്നപ്പോൾ ഒരു ദിവസം മാതാവിൻ്റെ പ്രയർ എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വന്നപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ തന്ന പ്രയർ കിട്ടിയ അന്ന് തൊട്ട് ഞാൻ രാവിലെ വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ ഈ ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ ഇവിടെ അച്ഛൻ എണ്ണ കഴിഞ്ഞ കുപ്പിയിൽ മാതാവ് എണ്ണ നിറച്ച് ഒരു സാക്ഷ്യം വായിക്കേണ്ടായി. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ ഭവനത്തിലും നീ അത്ഭുത അടയാളം എനിക്ക് കാണിച്ചതാ, ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് കാണിച്ചു താന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നൂൽപ്പെട്ടുണ്ടാക്കി അത് ഇറക്കുമ്പോൾ അതിൻ്റെ പിടി പൊട്ടിപ്പോന്നു. അത് പോന്നപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് ഇറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സ്വല്പം കൂടി നീക്കി വെച്ചിട്ട് അത് എടുക്കണോട് വിട്ട് പാത്രം അങ്ങനെ തന്നെ താഴ്ത്തു വീണു. എൻ്റെ കാലുമ്മ കൂടെ ഒഴുകി. കാലുമ്മ ഫുള്ള് പാദം നിറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ വേഗം അമ്മേന്ന് വിളിച്ചിട്ടൊരു നിലവിളിച്ചു. അങ്ങനെ ഞാൻ ബക്കറ്റിൽ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു നോക്കി. ദൈവമേ, ഇനി എന്താ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. നോക്കി നോക്കുമ്പോൾ ഒരു നീറ്റലോ വേദനയോ ഒന്നും കാലിനുണ്ടായിരുന്നില്ല. കാലിനൊരു കരുവാളിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ താഴെ നോക്കി, വെള്ളം വീണിട്ടില്ലായിരിക്കും വെച്ചു. നോക്കുമ്പോൾ നിറയെ വെള്ളം താഴ്ത്ത് കിടക്കുന്നുണ്ട്. അത്രയും അപ്പം ഞാൻ വെച്ചു, മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതാണ്, എൻ്റെ കാലിനൊരു കുഴപ്പമില്ല എന്ന് വെച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളിങ്ങനെ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെ 2 പ്രാർത്ഥന നടത്താറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് നൽകിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിനെ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സഹോദരിനോട് പറഞ്ഞു, എന്തുണ്ടായി ചേച്ചി വെച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാതാവിൻ്റെ അത്ഭുതമല്ല, അവിടെ സാക്ഷ്യം പറയണ്ടേന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ സാക്ഷ്യം പറയാറുണ്ട്. അപ്പം ഞാൻ വെച്ചു, എന്നും ഞാൻ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു സുഖം. പിന്നെ 8 മണി കഴിഞ്ഞിട്ടാണ്, ആ നേരത്ത് ആരും നിൽക്കില്ല. അത് കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളേറ്റ് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. പ്രാർത്ഥന ചെല്ലായിരുന്നപ്പോൾ തീപ്പെട്ടി കൊള്ളി അരച്ച് മെഴുതിരി കത്തിക്കുമ്പോൾ ആ കൊള്ളിയുടെ കത്തിയ വശം പകുതിക്ക് വെച്ച് പൊട്ടിപ്പോയപ്പോൾ ഞാൻ അവിടെ വെച്ചോടത്തൊക്കെ തിരഞ്ഞു നോക്കി. കത്തിയ കൊള്ളി എവിടെ പോയെന്ന് കാണാനില്ല. അങ്ങനെ ഞാൻ മാതാവ് ഇത് എവിടെ പോയെന്ന് എനിക്ക് കാണിച്ചു, എവിടെ കിടന്ന് ഇനി കത്തി പിടിക്കാമെന്ന് അറിയില്ലോ എന്ന് വെച്ചു. അപ്പം എന്നോട് ഉള്ളിൽ ഒരാൾ പറയുന്നത് തോന്നുന്നു, താഴേക്ക് നോക്കാം. താഴേക്ക് ഞാൻ നോക്കുമ്പോൾ സാരിയുടെ അവിടെ വെളിച്ചം കാണുന്നു. വേഗം സാരി പൊന്നിച്ച് നോക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ കിടന്നിട്ട് കത്തിയ സാരിമ്മ കത്തി പിടിക്കാതെ മാതാവ് കാത്തു പരിപാലിച്ചതിന് 1000 നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം.